ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാവണം. പരസ്പരം നന്മ ആഗ്രഹിക്കുന്നവരും വിജയം ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണലുണ്ടെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ അർശിന്റെ തണലിലാണെന്ന് മുത്തു റസൂലുള്ളാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, ഹഖ്ഖത്ത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ്യ, എന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്റെ മഹബ്ബത്ത് അവർക്ക് ലഭിക്കും, അവർ അതിന് അർഹരായിരിക്കുന്നു. വഹഖ്ഖത്ത് മഹബ്ബതി ലിൽ മുതസാവിരീന ഫിയ്യ, എന്റെ വിഷയത്തിൽ എന്റെ തൃപ്തി ആഗ്രഹിച്ച് പരസ്പരം സന്ദർശിക്കുന്നവർ, വിസിറ്റ് ചെയ്യുന്നവർ, അവർക്ക് എന്റെ മഹബ്ബത്തുണ്ടെന്ന് അല്ലാഹു പറയുന്നു. വഹഖ്ഖത്ത് മഹബ്ബതി ലിൽ മുതബാദിലീന ഫിയ്യ, എന്റെ വിഷയത്തിൽ എന്റെ തൃപ്തി ആഗ്രഹിച്ച് പരസ്പരം സമ്പത്ത് ചെലവഴിക്കുന്നവർ. നമ്മുടെ കൂട്ടുകാരനെ സഹായിക്കുന്നു. ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം അവരുടെ ടിക്കറ്റ് എടുക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നു. ചായ കുടിക്കാൻ കയറിയാൽ നമ്മൾ അവരുടെ ക്യാഷ് കൊടുക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അവനിൽ നിന്ന് എന്തെങ്കിലും നന്മ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്. അങ്ങനെ ചെയ്താൽ എന്റെ മഹബ്ബത്ത്, എന്റെ ഇഷ്ടം അവർക്ക് ലഭിക്കുന്നതാണ്. വഹഖ്ഖത്ത് മഹബ്ബതി ലിൽ മുതസാഫീന ഫിയ്യ അൽമുതവാസിലീന ഫിയ്യ, പരസ്പരം എന്റെ വിഷയത്തിൽ എന്റെ പൊരുത്തം ആഗ്രഹിച്ച് ബന്ധം സ്ഥാപിക്കുന്നവർ, ഒന്നിച്ചു നിൽക്കുന്നവർ, പരസ്പരം ഹസ്തദാനം നടത്തുന്നവർ. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തായിരിക്കണം ആഗ്രഹം. അതല്ലെങ്കിൽ സുഹൃത്തിന്റെ സമ്പത്ത് നേടാനോ അവനിൽ നിന്ന് അധികാരം നേടാനോ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാവാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് നല്ല സ്വഭാവങ്ങൾ നൽകട്ടെ, നല്ല ശീലങ്ങൾ നൽകട്ടെ.